സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ 2018 ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് കൂടിയാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ വായിക്കാം. ദ കോമൺ മൾട്ടിപ്പിൾ ഓഫ് 9 and 7 ഈസ് എ. 9-ൻ്റെ 7-ൻ്റെയും കോമൺ മൾട്ടിപ്പിള് എ ആണെന്ന് പറയുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ദിസ് നമ്പർ ഈസ് ബിറ്റ്വീൻ 1200 and 1300. 1200 1300 ഇടയിലാണ് ഈ നമ്പർ. അതായത് 9 കൊണ്ട് 7 കൊണ്ടും 7ൻ്റെ കോമൺ മൾട്ടിപ്പിൾ ആണ്. അത് ഈ രണ്ട് നമ്പറിന് ഇടയിലാണ്. വാട്ട് ഈസ് ദ നമ്പർ എ എന്നാണ് ചോദ്യം. അപ്പം നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? 9 × 7 ആദ്യം എടുക്കുക. 63 കിട്ടും. 1300 1200 ഇടയിലാണല്ലോ. അപ്പോൾ ആ നമ്പർ കാണാൻ 1300-നെ 63 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 63. അപ്പോൾ 63 130 എടുക്കുക. 130-ൽ 63 2 times വരും. അപ്പോൾ 126 വരും. 126 ഇൻ്റെ റിമൈൻഡർ 40. അപ്പോൾ 1300-ൽ നിന്ന് 40 മൈനസ് ചെയ്യുന്നതാണ് ഇതിൻ്റെ ആൻസർ. അപ്പോൾ 1260 വരും ഇതിൻ്റെ ആൻസർ. ഇങ്ങനെ ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ ഇതുപോലെ ഏത് ക്വസ്റ്റ്യൻ വന്നാലും നമ്മൾ ആ വലിയ നമ്പറിനെ ഇത് രണ്ടും കൂടി ഇൻറ്റു ചെയ്ത് കിട്ടുന്ന നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് റിമൈൻഡർ ആ നമ്പറിൽ നിന്ന് മൈനസ് ചെയ്താൽ മതി. അപ്പോൾ അതിൻ്റെ ആൻസർ കിട്ടി. ഇങ്ങനെ നമ്പർ ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ അതുകൊണ്ട് ചെയ്ത് മനസ്സിലാക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. എ റെക്ടാങ്കുലർ പ്ലോട്ട് ഹാസ് സൈഡ്സ് 100 meter and 80 meter. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദി വയർ ടു സറൗണ്ട് ഇറ്റ് 3 times. 3 പ്രാവശ്യം ചുറ്റാൻ ആവശ്യമായിട്ടുള്ള വയറിൻ്റെ നീളമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമേ പെരിമീറ്റർ കാണുക. P = 2 × L + B. അപ്പോൾ ഇവിടെ 2 × L 100 + ബ്രെഡ്ത്ത് = 2 × 180. 2 × 180 = 2 × 180 180 = 360. ഇനി എന്ത് ചെയ്യണം? 3 പ്രാവശ്യം ചുറ്റാൻ എത്ര വേണമെന്നാണ് ചോദ്യം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പെരിമീറ്റർ. അപ്പോൾ 3 times ആണ്. അപ്പോൾ 360 × 3 3 കൊണ്ട് അത് ഇൻറ്റു ചെയ്യുക. 3 times മീൻസ് 3 മടങ്ങ്, 3 ഇരട്ടി. അപ്പോൾ 360 × 3 = 1080 വരും എൻ്റെ ആൻസർ. അപ്പോൾ ഇതും ചെയ്ത് പഠിക്കുക. ഇതും വരാൻ ക്വസ്റ്റ്യൻ. ഇനി എ പേഴ്സൺ കവേർഡ് 47 1/2 kilometer in 1 day. If he covered 29 1/3 kilometer by scooter, 8 5/6 kilometer by bicycle and the rest of the distance by foot. What is the find the distance covered on foot എന്നാണ് ചോദിക്കുന്നത്. നടന്ന് എത്ര ദൂരം ചെലവിട്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് ഡിസ്റ്റൻസ് കവേർഡ് ഓൺ ഫൂട്ടിന് നമുക്ക് എക്സ് എന്ന് എടുക്കാം. ഡിസ്റ്റൻസ് കവേർഡ് ഓൺ ഫൂട്ട് ഈസ് ഈക്വൽ ടു എക്സ്. ഡിസ്റ്റൻസ് കവേർഡ് ഓൺ ഫൂട്ട് ഈസ് ഈക്വൽ ടു എക്സ്. അപ്പോൾ ഈ 47 1/2 മൈനസ് ഇതിൽ നാഗദൂരം അതാണ് പറയുന്നത്. 29 1/3 + 8 5/6. ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ട് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കാൽനടയായിട്ട് നടന്നത് കിട്ടുമല്ലോ. അപ്പോൾ ഇതിനെ ഇംപ്രോപ്പർ ആക്കണം. 47 1/2-നെ ഇംപ്രോപ്പർ ആക്കുമ്പോൾ 95 ഇംപ്രോപ്പർ ആക്കാൻ അറിയാമല്ലോ എല്ലാവർക്കും. മൈനസ് ഇനി 29 1/3-യെ ഇംപ്രോപ്പർ ആക്കണം. അപ്പോൾ 88/3 പ്ലസ് 53/6 എന്ന് കിട്ടും. ഈസ് ഈക്വൽ ടു എക്സ്. ഇനി നമുക്കിത് രണ്ടും കൂടി ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. അപ്പോൾ ഇതിന് LCM എന്ന് പറയുന്നത് LCM ഇവിടെ LCM ഈസ് ഈക്വൽ ടു 6 വരും LCM. അപ്പോൾ 3 2 കൊണ്ട് ഇൻറ്റു ചെയ്താൽ LCM കിട്ടും. അപ്പം 95 / 2 മൈനസ്. അപ്പോൾ ഇതിനെ 88-നെ എന്ത് ചെയ്യണം? 2 കൊണ്ട് ഇൻറ്റു ചെയ്യുക. അപ്പോൾ 88-നെ 2 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ 176/6 കിട്ടും. പ്ലസ് 53/6 ഈസ് ഈക്വൽ ടു എക്സ്. ഇനി എന്ത് ചെയ്യണം? ഇനി 95/2
മൈനസ് 176ഉം 53യും കൂടി കൂട്ടുമ്പോൾ 229 ബൈ 6 ഈസ് ഈക്വൽ ടു എക്സ് എന്ന് വരും. 229/6. ഇനി എന്ത് ചെയ്യണം? ഇതിനെ 3 കൊണ്ട് ഇൻറ്റു ചെയ്താൽ 6 കിട്ടും. LCM 6 ആകണമല്ലോ, അപ്പോൾ ഇതിനെ 3 കൊണ്ട് ഇൻറ്റു ചെയ്യണം. അപ്പം 95നെ 3 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോഴത്തേക്കും 229 ഈസ് ഈക്വൽ ടു 229 ബൈ ഈസ് ഈക്വൽ 285 ഈസ് ഈക്വൽ ടു 285 ബൈ 6 മൈനസ് 229 ബൈ 6. 285ന് 229 പോയാൽ 56/6 വരും. 56/6 മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? 56/6. അല്ലെങ്കിൽ ഞാൻ ഇപ്പുറത്തെ പേജിലേക്ക് അത് ചെയ്തിടാം. 56/6 56/6 വരും. 56നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 56 ഡിവൈഡഡ് ബൈ 6 9 6 are 54, റിമൈൻഡർ 2 വരും. അപ്പം 9 and 2/6 വരും. അതിനെ ചെറുതാക്കുമ്പം ഇതിനെ രണ്ടിനെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ചെറുതാക്കുമ്പം 9 1/3 വരും. ഇതാണ് അതിൽ കാൽനടിയായിട്ട് പോയ 1 foot ഡിസ്റ്റൻസ് കവേർഡ് 1 foot 9 and 1/3 വരും. അപ്പം നിങ്ങൾ വീണ്ടും ചെയ്ത് പഠിക്കുക. ഇനി ബാക്കി ക്വസ്റ്റ്യൻസുമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിലിടാം. ചെയ്ത് പഠിച്ച് ഹൃദയസ്ഥാക്കുക.